ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട ബജിയാണ്. മുട്ട ബജി സാധാരണ മാവ് മുക്കി പൊരിക്കണ മുട്ട ബജി ഉണ്ട്. അതല്ല, ഇത് ഉള്ളി ബജിയിലൂടെ മുട്ട ചേർത്തുണ്ടാക്കുന്ന ഒരു മുട്ട ബജിയാണ്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ളത് സവാള, ഇഞ്ചി, പച്ചമുളക്, പുതിനയില, പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എരിവിന് അനുസരിച്ചിട്ട്, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് മൈദപ്പൊടി, കുറച്ച് കടലമാവ്, ആവശ്യത്തിന് ഉപ്പ്, അതെല്ലാം ചേർത്ത് നന്നായി കുഴച്ച് സെറ്റ് ചെയ്ത് 1 മണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കും നമുക്ക് കോഴിമുട്ടയൊക്കെ പുഴുങ്ങി അത് ഒന്ന് മുറിച്ചെടുക്കാം. കോഴിമുട്ട ഒരെണ്ണത്തോണ്ട് 2 എണ്ണം, ഒരു കോഴിമുട്ട പകുതിയാക്കി കഴിഞ്ഞാൽ 2 എണ്ണം വെച്ച് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് ഇതാ മാവിലത് കമഴ്ത്തി വെച്ച് ഓരോ പീസും കമഴ്ത്തി വെക്കണതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ എണ്ണയിൽ ഉണ്ണി തട്ടിക്കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് മാവിൽ കമഴ്ത്തി ആ കോഴിമുട്ട ഇങ്ങനെ വാരി എടുത്തു കഴിഞ്ഞാൽ കോഴിമുട്ട ഉള്ളിൽ പെടുകയും ചെയ്യും. കുറച്ച് മേലെ വാരി ഇട്ട് കൊടുക്കാൻ വേണം. കോഴിമുട്ട കമഴ്ത്തി വെച്ചിട്ട് ആ മാവ് കുറച്ച് മേലെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് വാരി എടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ചില സമയങ്ങളിൽ ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ കോഴിമുട്ട പുറത്ത് ചാടിയെന്നൊക്കെ വരാം. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. മേല് ഉണ്ണി പൊട്ടിത്തെറിക്കാതെ നോക്കണം. എണ്ണയിലിടുമ്പോൾ മാവിൻ്റെ ഉള്ളിലാവാൻ പരമാവധി ശ്രമിക്കുക കോഴിമുട്ട. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.